ഒരു സ്ത്രീയുടെ ഒരു വിവാദമായിട്ടുള്ള ഒരു പ്രസ്താവന കേട്ടു. അതായത് അതിൽ പറയുന്നത്, നമ്മൾ ചത്തത് കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഉസ്താദുമാരടക്കം ചത്ത മത്സ്യത്തെ കഴിക്കുന്നു എന്നാണ് ആ സ്ത്രീയുടെ ഒരു ആരോപണം. ഞാൻ ആ സ്ത്രീയുടെ പേരൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പരിശുദ്ധമായ ഇസ്ലാമിന്റെ പരിശുദ്ധമായ നിയമങ്ങൾ, അതായത് ശരീഅത്തിന്റെ നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമ്മെ പ്രയാസപ്പെടുത്താത്ത രീതിയിലാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ലാ തുകല്ലഫു നഫ്സുൻ ഇല്ലാ വുസ്അഹ, ഓരോ ശരീരത്തിനും അല്ലാഹു തആല താങ്ങുന്നതല്ലാതെ അല്ലാഹു തആല അവരോട് കൽപ്പിക്കപ്പെടുകയില്ല എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മത്സ്യബന്ധനം കഴിഞ്ഞ് ഒരു പക്ഷേ ദിവസങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കടലില്ലാത്ത പ്രദേശങ്ങളിലേക്കൊക്കെ ആ മത്സ്യം എത്താനുള്ള ഒരു സമയം. അതുപോലെ തന്നെ ഉൾക്കടലിലേക്കൊക്കെ പോയിട്ട് ആ മീന് പിന്നീട് കരയിലേക്ക് എത്താനൊക്കെ ഉള്ള ഒരു സമയം. നമുക്കൊരിക്കലും തന്നെ അതിന്റെ ജീവൻ നഷ്ടപ്പെടാതെ നമുക്കത് കിട്ടുന്നില്ല. ശരീഅത്തിന്റെ നിർമ്മാതാവുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല, അഥവാ മതനിയമങ്ങൾ നിശ്ചയിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല, ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മനുഷ്യനും പ്രയാസമുള്ള ഒന്നും പരിശുദ്ധമായ ദീനിൽ നമ്മോട് ഒരിക്കലും തന്നെ കൽപ്പിക്കുകയില്ല. 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ അള്ളാഹു തആല നമ്മോട് കേവലം 5 വക്ത് നിസ്കാരം മാത്രമാണ് നമ്മോട് നിർബന്ധമാക്കിയിട്ടുള്ളത്. അതിനാകെ സമയം നമ്മൾ കൂട്ടിയാൽ തന്നെ ഏറി വന്നാൽ 1 മണിക്കൂറിനകത്ത് ഒതുങ്ങാവുന്ന രീതിയിലാണ് ഈ 5 വക്ത് നിസ്കാരവും നമുക്ക് നിർവഹിച്ചെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു താല ഒരു നിരക്കും നമ്മെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ അതേസമയം പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ നിയമമാണ് നമ്മൾ മറ്റുള്ള ജീവികളെയൊക്കെ, അതായത് ഈ മരിച്ചാലും നജസല്ലാത്ത അഥവാ ചത്താലും നജസല്ലാത്ത ഈ മത്സ്യവും അതുപോലെ തന്നെ ജറാദ് എന്ന് പറയുന്ന വിട്ടുകിളിയും ഇതല്ലാത്ത മറ്റെന്ത് നമുക്ക് കഴിക്കണമെങ്കിലും അവിടെ അതിനെ അറുക്കുക എന്നുള്ളൊരു നിബന്ധനയുണ്ട്. അങ്ങനെ അറുക്കലിന്റെ ആ നിബന്ധനയോട് കൂടി, അതിനാണ് നമ്മൾ ഹലാലായ മാംസം എന്ന് പറയുന്നത്. അറുക്കലോട് കൂടി മാത്രമാണ് അത്തരം മാംസങ്ങൾ, അല്ലെങ്കിൽ അത്തരം മാംസമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ മത്സ്യത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു വലിയ പ്രയാസം, അതിനെ ജീവനോടെ നമുക്ക് ലഭിക്കാനും ജീവനോടെ നമുക്ക് ഉപയോഗപ്പെടുത്താനൊക്കെ ഉള്ള വലിയ പ്രയാസമുണ്ട്. ആ പ്രയാസം അള്ളാഹു താല ഒരിക്കലും തന്നെ, കാരണം അള്ളാഹു കാരുണ്യവാനാണ്. ഖുർആനിലൂടെ അള്ളാഹു താലയെ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തിയത് അള്ളാഹു റഹീമാണ്, റഹ്മാനാണ്, അവൻ പരമകാരുണ്യകരും കരുണാനിധിയുമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു താല പരിശുദ്ധമായ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു നിയമം നിശ്ചയിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രയാസപ്പെടുത്തരുത് എന്ന നിലക്കാണ്. ഇസ്ലാമിക നിയമത്തിന് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമ്മളത് അനുവർത്തിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിഷയവുമില്ലാത്ത കാര്യത്തെ വെറുതെ വിഷയമാക്കി അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് വലിയ ചർച്ചകളിലേക്കൊക്കെ ഇട്ട്, എന്നിട്ട് ആ തരത്തിലുള്ള ചിന്തിക്കുന്ന ആളുകളൊക്കെ, വർഗീയവാദികളൊക്കെ അതിനെ വലിയ എന്തോ സംഭവം പോലെ ഏറ്റെടുത്തുകൊണ്ട് വല്ലാതെ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതിന്റെ യാഥാർത്ഥ്യം ഇങ്ങനെയാണ്. പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് നിശ്ചയിച്ചു തന്ന നിയമമാണ്. അതുകൊണ്ട് ആ നിയമത്തെ അനുസരിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിക ബാധ്യത, മുസ്ലിങ്ങളായ നമ്മുടെ ബാധ്യത. അള്ളാഹു സത്യത്തെ സത്യമായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ.